രാജ്യത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി. കൃഷ്ണദേവരായ രാജ. കൃഷ്ണദേവരായ രാജാവിന് കുതിരകളെ ഇഷ്ടമായിരുന്നു. കൂടാതെ രാജ്യത്തിലെ ഏറ്റവും മികച്ച കുതിര ഇനങ്ങളുടെ ശേഖരം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വ്യാപാരി രാജാവിന്റെ അടുക്കൽ വന്ന് അറേബ്യയിലെ ഏറ്റവും നല്ല ഇനത്തിലുള്ള ഒരു കുതിരയെ തന്നോടൊപ്പം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കുതിരയെ പരിശോധിക്കാൻ അദ്ദേഹം രാജാവിനെ ക്ഷണിച്ചു. കൃഷ്ണദേവരായ രാജാവ് കുതിരയെ സ്നേഹിച്ചു. അതിനാൽ രാജാവിന് ഇത് വാങ്ങാമെന്നും ഇതുപോലെ 2 കൂടി തനിക്കുണ്ടെന്നും അറേബ്യയിൽ തിരികെ പോയി വാങ്ങാമെന്നും വ്യാപാരി പറഞ്ഞു. രാജാവിന് കുതിരയെ വളരെയധികം ഇഷ്ടപ്പെട്ടതിനാൽ മറ്റ് 2 അവനുണ്ടായി. അയാൾ വ്യാപാരിക്ക് 5000 സ്വർണ്ണ നാണയങ്ങൾ മുൻകൂറായി നൽകി. 2 ദിവസത്തിനകം മറ്റ് കുതിരകളുമായി തിരിച്ചെത്തുമെന്ന് വ്യാപാരി വാഗ്ദാനം ചെയ്തു. 2 ദിവസം 2 ആഴ്ചയായി മാറി. എന്നിട്ടും കച്ചവടക്കാരനെയും 2 കുതിരകളെയും കാണാനില്ല. ഒരു സായാഹ്നത്തിൽ അവന്റെ മനസ്സിന് ആശ്വാസം നൽകാൻ രാജാവ് തന്റെ പൂന്തോട്ടത്തിൽ നടക്കാൻ പോയി. അവിടെ തെനാലി രാമൻ ഒരു കടലാസിൽ എന്തോ എഴുതുന്നത് അവൻ കണ്ടു. കൗതുകത്തോടെ രാജാവ് തെനാലിയോട് എന്താണ് എഴുതുന്നതെന്ന് ചോദിച്ചു. തെനാലി രാമൻ മടിച്ചു. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം അദ്ദേഹം കടലാസ് രാജാവിനെ കാണിച്ചു. പേപ്പറിൽ പേരുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. പട്ടികയുടെ മുകളിൽ രാജാവ്. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികളുടെ പേരുകളാണിതെന്ന് തെനാലി പറഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെ തന്റെ പേര് മുകളിൽ വന്നതിൽ രാജാവ് രോഷാകുലനായി. തെനാലി രാമനോട് വിശദീകരണം ചോദിച്ചു. അപരിചിതനായ കച്ചവടക്കാരൻ 5000 സ്വർണ്ണാണയങ്ങൾ വാങ്ങി മടങ്ങിവരുമെന്ന് വിശ്വസിക്കാൻ രാജാവ് വിഡ്ഢിയാണെന്ന് തെനാലി പറഞ്ഞു. കുതിരക്കഥയെ പരാമർശിച്ചു. തന്റെ വാദത്തെ എതിർത്ത് രാജാവ് ചോദിച്ചു, വ്യാപാരി തിരികെ വന്നാൽ എപ്പോൾ എന്ത് സംഭവിക്കും? യഥാർത്ഥ തെനാലി ഹാസ്യത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞു, അങ്ങനെയെങ്കിൽ വ്യാപാരി വലിയ വിഡ്ഢിയായിരിക്കും. അവന്റെ പേര് ലിസ്റ്റിലെ രാജാവിന്റെ സ്ഥാനത്തിന് പകരമാകും. ധാർമ്മികത. അപരിചിതരെ അന്ധമായി വിശ്വസിക്കരുത്.